നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിനോദസഞ്ചാരികൾക്ക് തൃശൂരിന്റെ നഗര സൗന്ദര്യവും പുത്തൂർ സുവോളജിക്കൽ പാർക്കും കണ്ട് ആസ്വദിക്കുന്നതിനായി മുകൾ ഭാഗം തുറന്ന KSRTC. അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്ര സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 3 പേർ പിടിയിൽ. കേരളത്തിൽ ഇന്ന് തുലാവർഷം എത്തുമെന്ന മുന്നറിയിപ്പ് തുടരുന്നതിനിടെ സംസ്ഥാനത്ത് ഇന്ന് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ലോക ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട് അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാടൻ പലഹാരമേള സംഘടിപ്പിച്ചു. ഭിന്നശേഷി കലാമേളയായ ചിറക് 2025 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് പെരുവനം സതീശൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണാട്ടുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LP വിഭാഗത്തിന് പുതിയ കെട്ടിടം തയ്യാറാകുന്നു. വിശദമായ വാർത്തയിലേക്ക്. വിനോദസഞ്ചാരികൾക്ക് തൃശൂരിന്റെ നഗര സൗന്ദര്യവും പുത്തൂർ സുവോളജിക്കൽ പാർക്കും കണ്ട് ആസ്വദിക്കുന്നതിനായി മുകൾ ഭാഗം തുറന്ന KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ് ട്രയൽ റൺ പൂർത്തിയാക്കി. മന്ത്രിമാരായ K രാജനും KB ഗണേഷ് കുമാറും ട്രയൽ റൺ ഓട്ടത്തിനൊപ്പം ചേർന്നു. തൃശൂർ രാമനിലയത്തിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്ക് ബസ് യാത്ര വ്യത്യസ്തമായ അനുഭവമാണ് സമ്മാനിച്ചതെന്ന് മന്ത്രി K രാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. തൃശൂർക്കാർക്ക് പുതുവത്സര സമ്മാനമായി പുതിയ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് നഗരത്തിലെത്തുമെന്നും മന്ത്രി പറഞ്ഞു. 1.5 കോടി രൂപയുടെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സാണ് തൃശൂരിലേക്ക് അനുവദിച്ചത്. തൃശൂർ നഗരകാഴ്ചകൾ എന്ന പേരിലാണ് ബസ് സർവീസ് നടത്തുക. തൃശൂർ നഗരത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച് സ്വരാജ് റൌണ്ടിലൂടെ ചുറ്റി വിവിധ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ജൂബിലി മിഷൻ കുട്ടനല്ലൂർ വഴി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനുള്ളിൽ ചുറ്റി നഗരത്തിൽ സമാപിക്കുന്ന രീതിയിലായിരിക്കും യാത്ര. ആദ്യമായാണ് തൃശൂരിലും പുത്തൂരിലും മുകൾ ഭാഗം തുറന്ന ഒരു ഡബിൾ ഡെക്കർ ബസ് എത്തുന്നത്. ബുധനാഴ്ചയും ഡബിൾ ഡെക്കർ ബസ് സുവോളജിക്കൽ പാർക്കിലേക്ക് യാത്രക്കാരുമായി ട്രയൽ റൺ നടത്തിയിരുന്നു. തുറന്ന ഡബിൾ ഡെക്കർ ബസിന്റെ വരവോടെ പാർക്കിലേക്കും തൃശൂരിലേക്കുമുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ നിന്നും 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്ര സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 3 പേർ പിടിയിൽ. വടക്കാഞ്ചേരി മിനാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്ര സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 3 പേർ പിടിയിൽ. വടക്കൂടൻ ടൂവിൻ വിൽസൺ, പൂവത്തിങ്കൽ രമേശ്, പുതുരുത്തി കോമാട്ടിൽ സഞ്ജീവ് എന്നിവരാണ് അറസ്റ്റിലായത്. കേരളത്തിൽ ഇന്ന് തുലാവർഷം എത്തുമെന്ന മുന്നറിയിപ്പ് തുടരുന്നതിനിടെ സംസ്ഥാനത്ത് ഇന്ന് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 5 ദിവസം സംസ്ഥാനത്ത് മഴ തുടരുമെന്ന റിപ്പോർട്ടിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഇന്ന് കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ലോക ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട് അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാടൻ പലഹാരമേള സംഘടിപ്പിച്ചു. ബേക്കറികൾ ഇന്നത്തെ പോലെ വ്യാപകമാവാതിരുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരുന്ന വൈവിധ്യമാർന്ന പലഹാരങ്ങളുടെ പ്രദർശനം നാവിൽ രുചിഭേദങ്ങളുടെ നറുമഴയായി. പുതുതലമുറയ്ക്ക് നാടൻ പലഹാരങ്ങളുടെ രുചി ആസ്വദിക്കാനും രക്ഷിതാക്കൾക്ക് പോയകാല രുചികളുടെ ഓർമ്മകൾ പുതുക്കാനും നാടൻ പലഹാരമേള അവസരമൊരുക്കി. ഓട്ടട, ഉണ്ണിയപ്പം, കുമ്പിളപ്പം, കൊഴുക്കട്ട, ഏലാഞ്ചി, പഴം നിറച്ചത്, ഉന്നക്കായ തുടങ്ങിയവ വ്യത്യസ്ത രൂപങ്ങളിലൂടെ നാവിൽ മധുരം വിളയിച്ചപ്പോൾ ദോശ വൈവിധ്യവും ഇഡലി വൈവിധ്യവും ബീട്രൂട്ടും ചെറുപയർ തോരനും ക്യാരറ്റും ചേർത്തുള്ള ഉപ്പുമാവുകളും അല്പം എരിവും പകർന്നു. ശംഖുപുഷ്പം, ചീര, ബീട്രൂട്ട്, ചോളം, കപ്പ, പഴങ്ങൾ എന്നിവ ഉപയോഗിച്ചുണ്ടാക്കിയ വിവിധതരം പുട്ടുകളും മേളയ്ക്ക് മിഴിവേകി. റാഗിയും അമൃതം പൊടിയും ചെറുധാന്യങ്ങളും പോഷകത്തിന്റെ കൊടി ഉയർത്തിയപ്പോൾ മലബാറിന്റെ തനത് വിഭവങ്ങളായ ചട്ടിപ്പത്തിരിയും പത്തിരിയും കലത്തപ്പവും കായപ്പോളയും വേറിട്ട അനുഭവമായി. നാടൻ രുചികൾക്കൊപ്പം ഗ്രാമീണ ജീവിതത്തിന്റെ മധുരം വിളമ്പിയ നാടൻ പലഹാരമേള എല്ലാവർക്കും വേറിട്ടൊരു അനുഭവമായി. മേള ഹെഡ്മിസ്ട്രസ് സിനി M കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു.
PTA പ്രസിഡന്റ് NS ശാലിനി അധ്യക്ഷത വഹിച്ചു. LP പ്രധാന അധ്യാപിക MR രേണുദാസ് സ്വാഗതവും കൺവീനർ MB സജീഷ് നന്ദിയും രേഖപ്പെടുത്തി. പരിപാടികൾക്ക് അധ്യാപകരായ അജിത ടി, രേഷ്മ കൃഷ്ണ സി, ശല AS എന്നിവർ നേതൃത്വം നൽകി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേളയായ ചിറക് 2025 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് മേള കലാനിധി പെരുവനം സതീശൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശൈലജ ടീച്ചർ, മെമ്പർമാരായ A രാജീവ്, ദിനേശ് വെള്ളപ്പാടി, ICDS സൂപ്പർവൈസർ ശ്രുതി T രാംമോഹൻ എന്നിവർ സംസാരിച്ചു. കണ്ണാട്ടുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LP വിഭാഗത്തിന് പുതിയ കെട്ടിടം തയ്യാറാക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ 1 കോടി രൂപ അനുവദിച്ച് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കണ്ണാട്ടുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ LP വിഭാഗത്തിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് മുഖ്യാതിഥിയായി. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK സദാശിവൻ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസിലി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബെനാസർ മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു P ഗോവിന്ദൻ നന്ദി രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 11,865 രൂപ, പവന് 94,920 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിനോദസഞ്ചാരികൾക്ക് തൃശൂരിന്റെ നഗര സൗന്ദര്യവും പുത്തൂർ സുവോളജിക്കൽ പാർക്കും കണ്ട് ആസ്വദിക്കുന്നതിനായി മുകൾ ഭാഗം തുറന്ന KSRTC. അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്ര സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 3 പേർ പിടിയിൽ. കേരളത്തിൽ ഇന്ന് തുലാവർഷം എത്തുമെന്ന മുന്നറിയിപ്പ് തുടരുന്നതിനിടെ സംസ്ഥാനത്ത് ഇന്ന് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ലോക ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട് അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാടൻ പലഹാരമേള സംഘടിപ്പിച്ചു. ഭിന്നശേഷി കലാമേളയായ ചിറക് 2025 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് പെരുവനം സതീശൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണാട്ടുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LP വിഭാഗത്തിന് പുതിയ കെട്ടിടം തയ്യാറാകുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.